പഠിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാൻ പറ്റും കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരാളാണ്. ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത്, റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടാണ് പഠിച്ചത്. സോ നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ SEO ഓൺലൈനായിട്ട് പഠിക്കുന്നതാണോ ബെറ്റർ, ഓഫ്ലൈനായിട്ട് പഠിക്കുന്നതാണോ ബെറ്റർ? നമുക്കങ്ങനെ മോഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നതിന് നമുക്ക് ഏത് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആളുകൾക്ക് അനുസരിച്ചിട്ട് ഒരു വ്യത്യാസം ഉണ്ടാവും. ഓഫ്ലൈൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, നമ്മളിപ്പോൾ പിന്നെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. ഓൺലൈനിലാകുമ്പോൾ അതിന് ഒരു സാധ്യതയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ ഓഫ്ലൈൻ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ, നമുക്ക് പിന്നെ ഡൗട്ടുകളെല്ലാം ആ സമയത്ത് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാം, നമുക്ക് ഫീഡ്ബാക്ക് മനസ്സിലാവും, അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് അതിനുണ്ട്. ഓൺലൈനിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല ഒരു പ്രൊഫഷണലിന് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നല്ല റിസോഴ്സുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏത് ഭാഗത്തു നിന്നാലും നമുക്കത് കണ്ടുപിടിക്കാം. പിന്നെ ഇപ്പോൾ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ തന്നെ ആയിരിക്കണം മിക്കവാറും. അല്ലെങ്കിൽ നമുക്ക് ഒരു 1 hour 2 hour 2 hour ആയിരിക്കും മാക്സിമം ആളുകൾ യാത്ര ചെയ്ത് പോകാൻ സാധ്യത. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് താമസിച്ചിട്ടൊക്കെ പഠിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ കോസ്റ്റ് കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ നല്ലൊരു ട്രെയിനറെ ചിലപ്പോൾ നമുക്ക് ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് ആക്സസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് SEO ഒക്കെ പോലുള്ള ഇത്തരം പ്രാക്ടീസുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു പോസിബിലിറ്റിയാണ്. കാരണം മെൻറ്ററിൻ്റെ സ്ക്രീൻ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രാക്ടിക്കലി നമുക്കത് പിന്നെ പറഞ്ഞ ഷെയർ ചെയ്ത് ഓരോരോ ടാസ്കുകൾ ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ പ്യുവർലി റെക്കോർഡഡ് കോഴ്സ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇൻട്രാക്ഷൻ അതിനകത്തില്ല. നമ്മളൊരു റെക്കോർഡ് ചെയ്ത് വെച്ചത് ഇങ്ങനെ കണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈവ് ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ മെൻറ്ററിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോലെ പഠിക്കാനായിട്ട് പറ്റും. പഠിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാൻ പറ്റും കേട്ടോ, അത് വേറെ കാര്യം. അത് റെക്കോർഡഡ് കോഴ്സ് ഒന്നുമില്ല, അത് ഈ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ഒന്നുമില്ല. അയാൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചെറിയ ചെറിയ റിസോഴ്സുകൾ അയാൾക്ക് ബ്ലോഗുകൾ വായിച്ചാൽ പോലും അയാൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും.